കാണിക്കുന്നത് നായകനായ വില്ലിനെയാണ്. അവൻ രാവിലെ തന്നെ ഉറക്കമൊക്കെ എഴുന്നേറ്റ് ജോലിക്ക് പോകാൻ തയ്യാറായി റെഡിയായി വന്ന് ഒരിടത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവന്റെ മകനെ കാണാനാണ് അവൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഭാര്യയും അവനും ഇപ്പോൾ ഡൈവോഴ്സിന്റെ വക്കിൽ നിൽക്കുകയാണ്. എന്നും ഇങ്ങനെ ദൂരെ നിന്ന് അവൻ തന്റെ മകനെ കണ്ടിട്ടാണ് ജോലിക്ക് പോകുന്നത്. വില്ല് റെയിൽവേയിലാണ് ജോലി ചെയ്യുന്നത്. അവൻ അന്ന് നേരെ അവിടെയുള്ള ഫ്രാങ്ക് എന്ന ഒരു വ്യക്തിയെ കാണുകയും ഇന്ന് നമുക്ക് രണ്ടുപേർക്കുമാണ് ഒരു ട്രെയിനിൽ ഡ്യൂട്ടി ഇട്ടിരിക്കുന്നതെന്ന് പറയുകയും ചെയ്യും. അങ്ങനെ അവർ തങ്ങളുടെ ജോലി ചെയ്യാനായി നേരെ അവിടുത്തെ റെയിൽ യാർഡിലേക്ക് പോവുകയാണ്. റെയിൽ യാർഡിൽ എത്തിയ ശേഷം അവർ പരസ്പരം സംസാരിച്ചുകൊണ്ട് തങ്ങളുടെ എഞ്ചിനിലേക്ക് കയറാൻ പോകും. ഞാനിപ്പോ 4 മാസമായി ഈ ജോലിയിൽ കയറിയിട്ടെന്ന് വില്ല് പറയുമ്പോൾ ഞാൻ 26 വർഷമായിട്ട് ജോലി ചെയ്യുകയാണെന്ന് കൂടെയുള്ള ഫ്രാങ്ക് പറയും. അങ്ങനെ അവർക്ക് ഡ്യൂട്ടിയുള്ള എഞ്ചിനിലേക്ക് അവർ എത്തിയ ശേഷം ലോക്കോ പൈലറ്റായ ഫ്രാങ്ക് എഞ്ചിനിലേക്ക് കയറുകയും എഞ്ചിനൊക്കെ ഓൺ ആക്കുമ്പോഴേക്കും കണ്ടക്ടർ ആയിട്ടുള്ള വില്ല് ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് അവർ അവിടെ നിന്ന് എഞ്ചിൻ എടുത്ത് ബോഗി കിടക്കുന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടു പോവുകയാണ്. പോകുന്നതിനിടയിലെല്ലാം വില്ലിന് തന്റെ കുടുംബത്തെ പറ്റിയാണ് ചിന്ത. പിന്നീട് കാണിക്കുന്നത് അവർ നിൽക്കുന്നതിൽ നിന്ന് കുറെ ദൂരെയുള്ള നോർത്ത് സൈഡിലെ ഒരു റെയിൽ യാർഡാണ്. അവിടെ ഇരിക്കുന്ന കൺട്രോളർ ബൈനോക്കുലറിലൂടെ നോക്കുമ്പോൾ അവിടെ രണ്ടുപേർ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുന്നത് കണ്ട് നിങ്ങളവിടെ എത്ര നേരമായി അവിടെ കിടക്കുന്ന ചുവന്ന ട്രെയിൻ ട്രാക്കിൽ നിന്ന് മാറ്റിയിടാൻ പറയുന്നു. കുറച്ച് സ്കൂൾ കുട്ടികളെയും കൊണ്ട് മെയിൻ ട്രാക്കിലൂടെ ഒരു ട്രെയിൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതിവിടെ എത്തുന്നതിന് മുമ്പെങ്കിലും നീയൊക്കെ അന്ന് മാറ്റിയിടുമെന്നൊക്കെ അയാൾ ചോദിക്കുകയും അങ്ങനെ അവർ മാറ്റാനായി തയ്യാറാവുകയും ചെയ്യുന്നു. ഈ സമയം കുറച്ച് സ്കൂൾ കുട്ടികൾ ദൂരെ ഒരിടത്ത് ട്രെയിനിൽ കയറി റെയിൽവേ സ്റ്റേഷനിലെ സേഫ്റ്റി ക്യാമ്പയിനിൽ പങ്കെടുക്കാൻ തയ്യാറായി നിൽക്കുകയും എല്ലാവരും പറയുന്നതൊക്കെ കേട്ട് മര്യാദയോടെ നിൽക്കണമെന്നുമൊക്കെ ടീച്ചർ അവരോട് പറയും. ഈ സമയം കൊണ്ട് 777 എന്ന ചുമന്ന ആ ട്രെയിനിലേക്ക് പൈലറ്റ് കയറുകയും എല്ലാം ക്ലിയർ അല്ലേ എന്ന് കണ്ടക്ടറിനോട് ചോദിക്കുമ്പോൾ ഇതിന്റെ എയർ ബ്രേക്കുകൾ ഇളകി കിടക്കുകയാണെന്ന് അവൻ പറയുകയും അത് കുഴപ്പമില്ല, ഞാൻ ഇൻഡിപെൻഡന്റ് ബ്രേക്ക് ഉപയോഗിച്ചോളാന്ന് പറഞ്ഞുകൊണ്ട് ആ ട്രെയിൻ മുന്നോട്ടെടുക്കുന്നു. ഈ സമയം കൊണ്ട് കണ്ടക്ടർ